ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നതിന് പിന്നിലെ രഹസ്യം എന്താണെന്നറിയോ? അതിന്റെ ഒരു പ്രധാന കാരണം ഇവിടത്തെ ജലപാതകളാണ്. ഇവിടത്തെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അത് വെള്ളാണ്. മലകളിൽ നിന്ന് കടലിലേക്കുള്ള ഈ ഒഴുക്ക്. ഈ മാപ്പ് ഒന്ന് നോക്കൂ. ഞരമ്പുകൾ പോലെ സംസ്ഥാനം മുഴുവൻ പടർന്നു കിടക്കുന്ന നദികളും കായലുകളും കണ്ടില്ലേ? അപ്പോ എത്ര നദികളുണ്ടെന്നല്ലേ? ചെറുതും വലുതുമായി മൊത്തം 44 എണ്ണം. അതെ, ഈ നാടിന്റെ ജീവനാഡികളാണ് ഇവ. പക്ഷേ ഇതിലൊരു രസകരമായ കാര്യമുണ്ട്. ഈ നദികളിൽ ഭൂരിഭാഗവും ഒഴുകുന്നത് ഒരേ ദിശയിലേക്കാണ്. 44-ല് 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്, അറബിക്കടലിനെ ലക്ഷ്യം വെച്ച്. ഇവയുടെ എണ്ണം കണ്ടോ? വടക്ക് തുടങ്ങി കേരളത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലൂടെയും ഇവ ഒഴുകിപ്പോകുന്നു. വെറും നദികൾ മാത്രമല്ല, ഈ ഒഴുക്ക് ഫലഭൂയിഷ്ടമായ താഴ്വരകളുണ്ടാക്കി നമ്മുടെ കൃഷിയെയും സംസ്കാരത്തെയും ഒരുപോലെ വളർത്തി. അങ്ങനെ തെക്ക് തിരുവനന്തപുരം വരെ എത്തുന്ന ഈ നദികളെല്ലാം അവസാനം ചേരുന്നത് അറബിക്കടലിലാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ബാക്കിയുള്ള ആ 3 നദികൾ എങ്ങോട്ടാ ഒഴുകുന്നത്? അവ ഈ പൊതുവായ ഒഴുക്കിന് നേരെ വിപരീതമായി, അതായത് കിഴക്കോട്ടാണ് യാത്ര ചെയ്യുന്നത്. കബനി, ഭവാനി, പാമ്പർ ഈ 3 നദികളും ഒഴുകുന്നത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലേക്കാണ്. അപ്പോൾ ഈ നദികളെല്ലാം കടലിൽ ചേരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെയാണ് കേരളത്തിന്റെ അടുത്ത അദ്ഭുതമായ കായലുകൾ രൂപപ്പെടുന്നത്. കേരളത്തിന്റെ തീരത്ത് ഏകദേശം 34 പ്രധാന കായലുകളുണ്ട്, വലുതും ചെറുതുമായി. ഇവയിൽ ഭൂരിഭാഗവും കടലുമായി ബന്ധമുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉപ്പുവെള്ളം നിറഞ്ഞ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയുണ്ട്. അപ്പോ ശരിക്കും എന്താണ് ഒരു നദിയും കായലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒഴുക്ക്. നദികൾ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും, പക്ഷെ കായലുകൾ കെട്ടിക്കിടക്കുന്ന വലിയ ജലാശയങ്ങളാണ്. പിന്നെ വെള്ളത്തിന്റെ കാര്യം, നദികളിൽ ശുദ്ധജലമാണ്, എന്നാൽ കായലുകൾ കടലിനോട് ചേർന്നതുകൊണ്ട് ഉപ്പുവെള്ളമായിരിക്കും. അതുകൊണ്ട് ഈ നദികളും കായലുകളും ഒന്നും വെറും ഭൂപ്രകൃതിയല്ല, മറിച്ച് കേരളത്തിന്റെ ജീവിതത്തെയും സംസ്കാരത്തെയും രൂപപ്പെടുത്തിയ ജീവനാഡിയാണ്.